കൊച്ചിയിൽ വന്നാൽ ബിലാലിനെ കാണാൻ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജൂഡ് സാറ് തൊടുപുഴ പൈനാപ്പിളിൻ മധുരമൂറും വാഴക്കുളം. മൂന്നാറ് ചേർന്നാൽ എത്രയാ സാറേ? 6 3 18. പക്ഷേ ഈ നാട്ടിലോട്ടൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ 3 ചേർന്നാൽ മൂവാറ്റുപുഴ. അപ്പോൾ ഞങ്ങളിന്നേ കൊച്ചി വഴി ആലപ്പുഴ, കൊച്ചി ചെന്ന് നമ്മുടെ ജൂഡ് സാറിനെ കാണണം. അത് കഴിഞ്ഞ് തീരം വഴി നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാമെന്നുള്ളതാണ് ഇന്നത്തെ പദ്ധതി. ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. ബെനിമാഷന് തിരിച്ചു കൊണ്ടുവന്നു, ബെനിമാഷൻ തിരിച്ചു പോയി. ഇത് നമ്മുടെ മൂവാറ്റുപുഴ പുഴക്കരക്കാവിൻ്റെ അവിടെയുള്ള കടവ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. നമുക്ക് ഈ വാക്ക് വേയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ. ഈ പുഴയുടെ തീരം വഴിയുള്ള ഈ സൈക്ലിങ് ഭയങ്കര രസമാട്ടോ. നമ്മുടെ തൊടുപുഴ ഇതുപോലെ നമ്മുടെ ബൈപ്പാസ് റോഡുണ്ടല്ലോ, പുഴയോരം ബൈപ്പാസ്, അതും ഭയങ്കര രസമാണ് ശരിക്കും. ഇങ്ങനെയുള്ള ഈ ടൗണിൽ കൂടെ കടന്നു വന്ന് പുഴയുടെ സൈഡിലൊക്കെ രാവിലെ നടക്കാനോ ഇതുപോലെ സൈക്കിൾ ചെയ്യാനൊക്കെ വരുന്നത് രസമാണെന്ന് ആലോചിച്ച്. വേവ് സാറെന്നായാലും ഇതുവരെ പറ്റിയ ചെളിയൊക്കെ കഴുകി കളയുന്നുണ്ട്. രാവിലെ നടപ്പുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നോക്കും ഇതാരുടെ ആ സൈക്കിളും കൊണ്ട് ഇതിലെ വന്നത്. അങ്കമാലിക്ക് പോണോ? അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിനെ കാണാം. ഇനി കൊച്ചി വരെ നമുക്ക് വിട്ടങ്ങ് പോകാം, അല്ലെങ്കിൽ കൊച്ചിക്ക് പോയി ബിലാലിനെ കാണാം. എന്നാ കൊച്ചിക്ക് പോട്ടെ. കോലഞ്ചേരി തൊടുപുഴ, കൊച്ചി വഴി ആലപ്പുഴ. അങ്കമാലി കറങ്ങി മൂവാറ്റുപുഴ കറങ്ങി ഇങ്ങനെ കറങ്ങിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, 3 പേര് ആയിക്കോട്ടെ, സന്തോഷം. പുത്തൻ കുരിശ്, ഇവിടുത്തെ പഴയ കുരിശ് എന്ത് ചെയ്യും? തൊടുപുഴ. ഓ മനസ്സിലാ. എറണാകുളം ടീമിനോട് അങ്ങനെ മിണ്ടി പറഞ്ഞ് ചവിട്ടിക്കൊണ്ട് പോകുമ്പോഴല്ലേ അറിഞ്ഞത് ഇത് കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ IPS സാറും ടീമുമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാനൊത്തുന്നുള്ള വലിയ ഭാഗ്യമായി കേട്ടോ. അദ്ദേഹം സൈക്കിളിൽ വളരെ താല്പര്യമായിട്ടുള്ളൊരു വ്യക്തിയാണിത്. അവിടെ ചെന്ന് കഴിഞ്ഞു. ബേബി സാറിനാണെങ്കിൽ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സൈക്ലിംഗ് യൂണിഫോമിൽ തന്നെ കണ്ട് പരിചയപ്പെടാനൊത്തതിൻ്റെ വലിയ സന്തോഷം. ഞങ്ങൾ ജസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെട്ട് കുറച്ച് കാര്യം ഒക്കെ സംസാരിച്ച് നിന്നു. പിന്നെ ബേബി സാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അതൊരു വലിയ സന്തോഷമായി. എന്തായാലും ഇത് വളരെ ഔചാരികമായിട്ട് ഇങ്ങനെ ഒരു ഉന്നത വ്യക്തിയെ പരിചയപ്പെടാനായിട്ട് സൈക്ലിങ്ങിൻ്റെ ഇടയ്ക്ക് സാധിച്ചില്ല. അതും സൈക്ലിംഗ് എന്നുള്ള ആ ഒരു പാറ്റേണിൽ, ആ ഒരു ആസ്പെക്റ്റിൽ ഒരുമിച്ച് ഒരു പോലെ യൂണിഫോമൊക്കെ ഇട്ട് സംസാരിക്കാൻ പറ്റിയ വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. ഹിൽ പാലസ് തൃപ്പൂണിത്തറ, ചെറിയൊരു മഴക്കോള്. എന്തായാലും കൊച്ചി നഗരം അല്ലേ, കുറച്ച് മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, ഇത്തിരി നനഞ്ഞാൽ കിടക്കുന്നത്. എന്നാലും ഡസ്റ്റൊന്നുമില്ല, നല്ല രസകരമായിട്ട് പോകാൻ പറ്റി.
നമ്മുടെ ഈ മെട്രോ പാലമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൊച്ചിക്ക് അതിൻ്റെ ഒരു പ്രൗഢ ലുക്ക് വന്നു കേട്ടോ. നമ്മളൊരു മഹാനഗരത്തിലൂടെയൊക്കെ പോകുന്ന ഫീലായില്ല. അല്ലെങ്കിൽ മഹാനഗരമാണല്ലോ. ക്യാമറയിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പാലം. മെട്രോ, കൊച്ചിൻ മെട്രോ, വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ മരടെത്തി കഴിഞ്ഞപ്പോൾ ബേബി സാറിൻ്റെ ഒരു കുടുംബ സുഹൃത്തിന് സർപ്രൈസ് വിസിറ്റ്. തൊടുപുഴക്കാരല്ല. ഇതിന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എവിടെ വീട്? തൊടുപുഴ. പേര് ഓക്കെ. ഞങ്ങൾ സൈക്കിളിന് ഇങ്ങനെ ചുമ്മാ ആലപ്പുഴ വരെ പോയി അവിടെ കിടന്നിട്ട് നാളെ കുട്ടനാട് വഴി തിരിച്ചു വന്നു. ശരി, ഭയങ്കര സർവീസ് ആണല്ലോ. ഞാൻ വിചാരിച്ച് നല്ല ഫാമിലി ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ. കൊച്ചിയുടെ കായൽ ഭംഗികൾ. ഇതൊക്കെ ഇങ്ങനെ സൈക്കിളിന് വന്നാലല്ലേ നിന്ന് പിടിച്ച ഭംഗിയായിട്ട് കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. സാറേ തിരിച്ചു പോകണം. സാറേ മരടല്ലേ, ചുമ്മാ ഒരു ഫ്ലാറ്റ് പൊളിച്ചാലോ? എന്തൊക്കെ ഇടപാടാണെന്ന് ആലോചിക്കും. വല്ല കാര്യമുണ്ടോ? ഈ ദൃശ്യങ്ങളൊക്കെ ഒരു സൈക്കിൾ യാത്രയിൽ കാണുന്നതിൽ അതിനൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടിപ്പോയി ഇത് കാണുമ്പോൾ, നമ്മളൊരു കാറിലിരുന്നൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലല്ല. കണ്ടോ, ഈ നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര രസമാണ് അത് അനുഭവിച്ചത് ഫീൽ ചെയ്താൽ മാത്രമേ സൈക്കിൾ യാത്രയുടെ ത്രില്ല് നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങ് മനസ്സിലാവുക. എൻ്റെ അമ്മച്ചി വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ്. ഇത് മറ്റേ സൈഡിലേക്ക് ആയിരുന്നെങ്കിൽ വൈറലായേനെ. വയറിലെ വെള്ളം, കായലിലെ വെള്ളം. വില്ലിംഗ്ടൺ
ഐലൻഡ്. ഇത് വില്ലിംഗ്ടൺ ഐലൻഡ്. അപ്പുറത്ത് കാണുന്ന പഴയ നമ്മുടെ പള്ളുരുത്തി. ഇനി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ജൂഡ് സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ. കൊച്ചിയിൽ വന്നാൽ ബിലാലിനെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ജൂഡ് സാറ് എൻ്റെ മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മോനും മോളും എല്ലാം കൂടെ ഞങ്ങളിതിലെ സൈക്കിൾ ഓട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എത്ര വീഡിയോകളുണ്ടല്ലേ. നമ്മുടെ മറയൂർ ചിന്നാർ, ആ സമയത്ത് സാറ് അവിടെ തൊടുപുഴ SBIയിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് മോഡിജിയോട് പറഞ്ഞിട്ട് തൊടുപുഴയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മേടിക്കാൻ പോവാ. ഞങ്ങളുടെ ടീം പോവാ. അടിപൊളി. ഇത്രയും സമ്പന്നന മനസ്സുകൊണ്ടും സൗഹൃദം കൊണ്ടും ഒക്കെ ഇത്രയും സമ്പന്നനായിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്തില്ല. ഈശ്വര, അടിപൊളിയാ. ഈശ്വര എന്ന് പറയാൻ പാടില്ല, യുക്തിവാദി ഈശ്വരാന്ന്. അത് കണക്ക്. അപ്പം ഞങ്ങളെ ആലപ്പുഴയ്ക്ക് വിട്ടേ പൊന്നുണ്ടോ? ഇല്ല, ആ സൈക്കിള് തുരുമ്പിച്ച് പോവാണോ ഇവിടെ ഇരുന്ന്? അത് ഗോതയിലോട്ട് ഇനി ഇറങ്ങണം. ഗോതയിലോട്ട് ഇറങ്ങണം. ഓ, ഞാൻ പിന്നെ തൊടുപുഴയ്ക്കൊന്നും വന്നില്ല കേട്ടോ അല്ലേ? ഇല്ല വന്നില്ല. അതെങ്ങനെ എറണാകുളം തിരുവനന്തപുരം ഇങ്ങനെ ജോലി മാറി മാറി ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ കഴിഞ്ഞു ഞങ്ങൾക്ക് വലിയ തിരുവനന്തപുരത്ത് നമ്മൾ കുറച്ച് മല കയറാൻ പറ്റും. ഞാൻ പറയാം. അഗസ്ത്യാകൂടം കേട്ടോ നമുക്ക്. ശരിയോ സാറേ? വിട്ടേക്കാം. അപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് നിങ്ങോട്ട് വന്നേ. കണ്ടൽ വനങ്ങൾ.
അങ്ങനെ ഞങ്ങൾ ഉള്ളുവഴികളിലൂടെയൊക്കെ കടന്ന് ചെല്ലാനം, പുത്തൻതോട് ചെല്ലാനം ഹാർബർ വരേക്ക് നീണ്ടു കിടക്കുന്ന 7-7.5 കിലോമീറ്റർ നീളമുള്ള കടൽ ഭിത്തിയുടെ മേളിലെത്തി. ഇത് ശരിക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ വളരെ അഭിമാനകരമായ ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് കേട്ടോ. ഞാനിതിനെക്കുറിച്ച് ഇതിൻ്റെ ഈ എപ്പിസോഡ് മാത്രം ഫുള്ളായിട്ടൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് ചാനലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. എന്താണെങ്കിലും അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ മേളിൽ കൂടെ ഈ കടൽ കണ്ടിങ്ങനെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അതിമനോഹരമായൊരു ഫീല് തന്നെയാണ് ശരിക്കും. ഇത് കേവലം ഒരു കടൽ ഭിത്തിയോടൊപ്പം അതൊരു വാക്ക് വേ ആക്കി ഒരു ടൂറിസം പ്രൊമോഷനും കൂടി ഉദ്ദേശിച്ച് ചെയ്തത് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു എൻജിനീയറിംഗ് ഭാവനയാണ്. ഞാൻ ഫുൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. നീ മുഖം എടാ അതിൻ്റെ മേളിൽ കയറ്റുമോ? അങ്ങനെ നമ്മൾ അന്ധകാരനഴിയിലെത്തി. അഴിമുഖം. ഇത് രസമുണ്ട്, കുപ്പിയൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. തെങ്ങിൻ തലപ്പുകളിൽ കടൽക്കാറ്റേറ്റ് കുറച്ച് പേര് സഞ്ചാരികളൊക്കെ ആയിട്ടുണ്ട്. കുറേ നോർത്ത് ഇന്ത്യക്കാരെല്ലാം കുളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവർ ടൂർ വന്നതായിരിക്കും. അവരിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ പരിചയപ്പെട്ടു കേട്ടോ. काम करते हैं यार. ठीक है ठीक है ठीक है ठीक है चलते हैं. थैंक यू. നമ്മൾ ഈ ഭൂപടമൊക്കെ എടുത്ത് കണ്ടിട്ട് കടലിലോട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വിശാലത. കണ്ടോ, സൈക്ലിംഗ് ഇഷ്ടമാണെങ്കിൽ കണ്ടോ. മുഴുവൻ സൈക്ലിംഗ് വീഡിയോസാണ് കേട്ടോ.
ഒരു പൗരാണികത നേളിക്കുന്ന പള്ളിയാണല്ലോ നോർത്ത് അല്ലേ? ഓ ആ ആ ആ നല്ല പഴക്കം തോന്നി കണ്ടപ്പോഴേ. 100 വർഷം ആഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ഭൂമി ഇരുന്ന് പോയി അല്ലേ? ഇത് എന്താ പള്ളിക്ക് പറയാ? അഴീക്കപ്പള്ളി. ആ പിന്നെ അങ്ങനെ വഴി നീളെ കാണാവുന്ന കടലിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി എല്ലാവരും കടൽ കണ്ട് അങ്ങനെ പോകും. നമ്മൾ ഹൈവേ വഴി പോയി എന്ത് ബോറിങ്ങാണ്. ഓർക്കണില്ലേ, നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് ഇങ്ങനെ തെക്കൻ തീർന്നിട്ട് കന്യാകുമാരി, തൂത്തുക്കുടി, കന്യാകുമാരി, ട്രിവാൻഡ്രം, കൊല്ലം വഴി എല്ലാം കടൽ തീരം വഴി നമ്മൾ യാത്ര ചെയ്ത വിഷ്വൽസ് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടൽ തീരം വഴി ഇങ്ങനെ സഞ്ചരിക്കുന്നത് സൈക്കിളിൽ. എന്നാലും നമ്മൾ അത്രയും ദൂരം നേരത്തെ ഇതുവരെ കടൽ കണ്ടുവന്നു. ഇതാ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, മാരകമായിട്ട് കടൽ. ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് അതുപോലത്തെ കടൽഭിത്തി നീട്ടി ഇനിയും പണിയാനുള്ളത്. അത് പണിയുമല്ലാതെ വേറെ യാതൊരു മാർഗ്ഗമില്ല കേട്ടോ. കാരണം ഈ കല്ലടിക്കിട്ടാലൊന്നും അത് നിൽക്കത്തില്ല. അത് നമ്മൾ അപ്പോൾ ചെല്ലാനത്ത് പണിതിരിക്കുന്നത് പോലെ തന്നെ വലിയ കടൽഭിത്തി പണിയണം. അങ്ങനെ പണിതാ സെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പം തിരയടിച്ചിട്ട് നനഞ്ഞ് കുളിച്ചു പോകും. ഞാനും ബേവസാറും നനഞ്ഞു ഭംഗിയായിട്ട്. ക്യാമറയിൽ മുഴുവൻ ഉപ്പുവെള്ളം, പിന്നെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് ക്യാമറയും ഒക്കെ കഴുകി. ഇതൊക്കെ അടുത്ത നാളിൽ കടലെടുത്ത് ആ തെങ്ങിൻ്റെ ചുവടൊക്കെ മാന്തി പോയേക്കണാണേ. കടൽ കണ്ട് അങ്ങനെ പോകും. നമ്മളെല്ലാ ദിവസവും മലയല്ലേ കാണുന്നത്? മലയും പുഴയും തോടും ഒക്കെ ആണല്ലോ നമ്മുടെ ഇടുക്കിക്ക്. അപ്പോൾ കടൽ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഉത്സാഹമാണ്. അങ്ങനെ പതുക്കെ നമ്മൾക്ക് സന്ധ്യ മയങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് ആലപ്പുഴ എടുക്കാറായി. അപ്പോൾ വന്നൊരു റെയിൽവേ ക്രോസിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് GPS നോക്കി കഴിഞ്ഞപ്പോൾ ഇടവഴിക്കോടെ ഇങ്ങനെ ബീച്ചിലോട്ട് പോകാൻ വഴിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ അങ്ങ് പോയി. അപ്പോഴത്തെ ലൈറ്റൊക്കെ ഇത്തിരി കുറഞ്ഞു തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇടത്ത് മാറി വലത്ത് മാറി ഇടത്ത് മാറി വലത്ത് മാറി അങ്ങനെ ഏതൊക്കെയോ വീടുകളുടെ ഇടയ്ക്കോടെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. പടിഞ്ഞാറ് ആകാശം തെളിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം ബീച്ച് അവിടെയാണെന്ന്. ഏതൊക്കെ വഴിക്കോടെയാണ് പോയെന്ന് എനിക്കറിയാൻ മേല.
ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നിങ്ങൾ ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഏതാണ്ട് ഈ സംഗതിയാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ കടാപ്പുറത്തെത്തിയിരിക്കുന്നു. എന്തിനാ കൂടുതൽ പറയണേ, തൊടുപുഴയിൽ നിന്ന് കൊച്ചി ബിലാലിനെ കണ്ടു, ആലപ്പുഴ ബീച്ചിൽ വന്നു. നാളെ ഞങ്ങൾ ഇവിടുന്ന് കുട്ടനാട് വഴിയൊക്കെ തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ വിശ്രമിക്കാൻ പോവാം. ഇന്ന് എത്ര കിലോമീറ്റർ ഒരു 130 കിലോമീറ്റർ എന്നങ്ങ് പിടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ആ ബീച്ചൊക്കെ ഷൂട്ട് ചെയ്യാനും കടൽ ഭിത്തിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വെയിൽ കൊണ്ടുണ്ടല്ലോ ഒന്ന് കരിഞ്ഞു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, സന്തോഷമായിരുന്നു. ഞങ്ങളിത് ഇതിൻ്റെ കരയ്ക്ക് തന്നെ ഒരു റൂമും കിട്ടി. അപ്പോൾ ഇന്ന് അവിടെ അങ്ങോട്ട് കൂടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ കുട്ടനാട് വെച്ച് കാണാം.